ബാർബിക്യൂ നാഷണലിൽ നിന്നും നമുക്ക് കിട്ടുന്ന ക്രീമി കാജുൺ പൊട്ടാറ്റോസ് ഉണ്ടല്ലോ, അത് ഞാനിന്നൊന്ന് വീട്ടിൽ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി. ഇത് ബാർബിക്യൂ നാഷണലിലാണ് കേട്ടോ, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഞാനിന്ന് വീട്ടിൽ നിന്നും ഉണ്ടാക്കി നോക്കി. അപ്പോൾ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അവരുണ്ടാക്കി അത്രയൊന്നും വരില്ല, എന്നാലും അതിൻ്റെ ഒരു 80% ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി എടുക്കേണ്ടത് ബേബി പൊട്ടാറ്റോസ് ആണ്. എനിക്കിപ്പോൾ ബേബി പൊട്ടാറ്റോസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അധികം വലിപ്പമൊന്നുമില്ല, ചെറിയ പൊട്ടാറ്റോസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങ്, ഇതിനേക്കാളും ചെറുത് കിട്ടുകയാണെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഈ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കെടുക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വല്ലാണ്ട് വേവാൻ പാടില്ല, ഒരല്പം വേവ് കുറച്ചിട്ടെടുക്കുക. അതായത് നന്നായിട്ട് വെന്തുടഞ്ഞ് പോകരുത്. അതിന് മുന്നേ തന്നെ അടുപ്പത്തുനിന്ന് മാറ്റണം, കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അധികം ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഓരോ ഉരുളക്കിഴങ്ങും ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ പരത്തിയെടുക്കണം. ഓരോ ഉരുളക്കിഴങ്ങും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. നല്ല വലിയ ഉരുളക്കിഴങ്ങാണ് കിട്ടിയതെങ്കിൽ 3-4 കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുത്താലും മതിയാവും. ഞാനിതിൽ ചില ഉരുളക്കിഴങ്ങൊക്കെ 2 കഷ്ണങ്ങളായിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. കാരണം നമുക്ക് ബേബി പൊട്ടാറ്റോസ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരല്പം വലുതായതുകൊണ്ട് കൂടുതൽ വലിയ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സൂക്ഷിച്ച് പ്രസ് ചെയ്തെടുക്കുക, കാരണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മുഴുവൻ ഉരുളക്കിഴങ്ങും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് മുഴുവനും നന്നായിട്ട് അമർത്തി നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങിലും എത്തുന്ന രീതിയിൽ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ ഉപ്പും ഇതിലേക്ക് വിതറി കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങിലും എത്തുന്ന രീതിയിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരണം. ആ സമയത്ത് നമുക്ക് നമ്മൾ പരത്തി വെച്ച ഓരോ ഉരുളക്കിഴങ്ങും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ഉരുളക്കിഴങ്ങും തിരിച്ചിട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് മാറണം ഉരുളക്കിഴങ്ങിൻ്റെ 2 വശവും. വീണ്ടും നമുക്കൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ നമുക്കിതിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് പറ്റുന്ന അത്രയും ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മയണൈസാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ മയണൈസാണ്, റെഡിമെയ്ഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ 1/2 കപ്പ് മയണൈസിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ ചേർക്കാം. ഒനിയൻ പൗഡർ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം ഒരു 1/4 ടീസ്പൂൺ വരെ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. 1 ടീസ്പൂൺ ബേസിൽ ലീവ്സ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ ഒറിഗാനോ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇനി ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ വരെ റോസ്മേരി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കാം. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരു മധുരത്തോട് കൂടിയിട്ടുള്ള സോസ് ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഞാനൊരു ട്രേയിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒഴിച്ചു കൊടുക്കാം. സോസോട് കൂടിയിട്ട് നന്നായിട്ട് സോസും കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊട്ടാറ്റോ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി കാജുൺ പൊട്ടാറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാർബിക്യൂ നേഷനിൽ നിന്ന് കഴിക്കുന്ന ഏകദേശം അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം. ഞാൻ കോഴിക്കോട് ബാർബിക്യൂ നേഷനിൽ പോയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ കാണിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അറിയിക്കുക. താങ്ക്